ഹരേ കൃഷ്ണ. ഭഗവാൻ നമ്മളെ കൈവിടാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഭഗവാനോട് ഉറച്ച ഭക്തി വേണം. ആ ഭക്തി ഉറച്ചതാണോ എന്നറിയാൻ ഭഗവാൻ ചില പരീക്ഷണങ്ങൾ നടത്തും. ചിലപ്പോൾ അത് കഠിനമായ പരീക്ഷണമായിരിക്കും. ഇങ്ങനെ ഭഗവാൻ പരീക്ഷിക്കാനുള്ള കാരണം ഇത് കള്ളഭക്തിയാണോ അല്ലെങ്കിൽ ശുദ്ധമായ ഭക്തിയാണോ എന്നറിയാനാണ്. എന്നാൽ ഇങ്ങനെയുള്ള പരീക്ഷണത്തിലും തളരാതെ ഭഗവാനെ മുറുകെ പിടിക്കുക തന്നെ വേണം. ജൈന്റ് വീൽ കണ്ടിട്ടില്ലേ? യന്ത്ര ഊഞ്ഞാൽ. അത് വേഗത്തിൽ കറങ്ങുമ്പോൾ ചിലപ്പോൾ കണ്ണുകളടച്ച് പേടിച്ച് ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കും. ചിലർ പേടിച്ച് കരയും, എന്നാലും പിടിവിടില്ല. പതുക്കെ പതുക്കെ അതിൻ്റെ വേഗം കുറഞ്ഞു വന്ന് പതുക്കെ സേഫ് ലാൻഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ആശ്വാസത്തോടെ ഇറങ്ങും. അതുപോലെ എന്തൊക്കെ പരീക്ഷണങ്ങൾ വന്നാലും നമ്മൾ ഈ ഭക്തിയിൽ നിന്ന് പിന്മാറില്ല, ഭഗവാനെ വിട്ടുപോവില്ല എന്ന് ഭഗവാൻ ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ ആ ഭക്തൻ ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തനായിരിക്കും. വെറുതെ ഇരുന്നാൽ ഇങ്ങനെയുള്ള ഭക്തനാവുമോ? ഇല്ല. നിരന്തരമായി ഭഗവാനെ ജപിച്ചുകൊണ്ടേയിരിക്കണം. വളരെ ചെറുപ്പത്തിലെ ഇങ്ങനെ ഭഗവാനിലേക്ക് അടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ജീവിതത്തിലുടനീളം ശാന്തിയും സമാധാനവും സ്വസ്ഥതയുള്ള ജീവിതവുമായിരിക്കും. പിന്നെ അല്ലാതെ നല്ല പ്രായത്തിൽ മുഴുവൻ തിരക്ക് പിടിച്ച് ഓടി നടന്ന് വാർദ്ധക്യത്തിലെത്തുമ്പോൾ ഇനി കുറച്ച് ഭക്തിയാവാം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. കാരണം വാർദ്ധക്യത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു പിടി രോഗങ്ങളായിരിക്കും. അപ്പോൾ പിന്നെ ഭഗവാനെ സ്മരിക്കാനോ മനസ്സിരുത്തി ഒന്ന് പ്രാർത്ഥിക്കാൻ പോയിട്ട് സ്വസ്ഥമായിട്ട് ഒന്ന് ഉറങ്ങാൻ പോലും സാധിക്കാത്ത കാലമായിരിക്കും. കാരണം പ്രായമാകുമ്പോൾ പല വിധത്തിലുള്ള അസുഖങ്ങളും വേദനകളും ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ എങ്ങനെ സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റും? ഭഗവാനോട് അടുക്കാൻ സാധിക്കും? ഗോപികമാരുടെ ഭക്തിയെക്കുറിച്ച് കേട്ടിട്ടില്ലേ? അത്രയൊക്കെ ഭക്തി ഉണ്ടായിട്ടും ഒരിക്കൽ ഭഗവാൻ അവരെ വിട്ടിട്ട് പോയി. സദാസമയവും കൃഷ്ണനെ മാത്രം സ്മരിച്ച് നടന്നിരുന്ന ഗോപികമാർക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ സാധാരണക്കാരായ നമ്മുടെ അവസ്ഥയൊക്കെ എന്തായിരിക്കും? അതെ, വാർദ്ധക്യം എന്ന് പറയുന്നത് വേദനകളുടെയും അസുഖങ്ങളുടെയും കാലങ്ങളാണ്. നാമജപമാണെങ്കിലും കീർത്തനങ്ങളോ പ്രാർത്ഥനകളോ ഭഗവാനിൽ മനസ്സർപ്പിച്ച് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. എനിക്ക് ഇനിയും സമയമുണ്ട് ഭഗവാനിലേക്ക് അടുക്കാൻ എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. വളരെ ചെറുപ്പത്തിലെ ഭഗവാനിലേക്ക് അടുക്കുമ്പോൾ കിട്ടുന്ന മനസുഖം, ശാന്തി, സ്വസ്ഥത അത് ഒരിക്കൽ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആയുസ് ഒടുങ്ങുന്നത് വരെ ഭഗവാനെ വിടുകയില്ല. മാത്രമല്ല ഇങ്ങനെയുള്ള ഭക്തർക്ക് എത്ര വയസ്സായാലും അവരെ കൊണ്ട് വീട്ടുകാർക്കോ ഇനി അവർക്ക് പോലും ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. 60 വയസ്സിലും 70 വയസ്സിലും ഒക്കെ വീട്ടുകാരുമായി TV റിമോട്ടിനും മൊബൈലിനുമൊക്കെ വേണ്ടി വഴക്കിടുന്ന വാർദ്ധക്യങ്ങൾ ഒരു ഹിന്ദുവായി ജനിച്ചിട്ട് അങ്ങനെ ജനിക്കാൻ തന്നെ മഹാഭാഗ്യം വേണം. എന്നിട്ടും അതിൻ്റെ വില അറിയാതെ ഒരായുസ് തീരും. വീണ്ടും ജനന മരണ ചക്രങ്ങളിൽ പെട്ടുടലും. ഇതാണ് ഉണ്ടാവുക. അടുത്ത ജന്മം മനുഷ്യനായിട്ട് ജന്മം കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? അതുമില്ല. നാവ് കൊണ്ട് നാമം ജപിക്കാനുള്ള ഭാഗ്യം മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ. ആ ജപം കൊണ്ടുണ്ടാവുന്നതോ മറ്റൊന്നിനും തരാൻ സാധിക്കാത്ത ഗുണഫലങ്ങളും. അതെ, അത്രയ്ക്കും പവർഫുള്ളാണ് നാമജപം. നാമജപം തുടർച്ചയായി ശീലിച്ച ഒരാൾക്ക് വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോഴേക്കും മനസ്സിന് നല്ല കരുത്തുണ്ടാവും. അങ്ങനെ അല്ലാത്ത ഒരാൾ, അതായത് ഭക്തി തീരെ ഒട്ടുമില്ലാത്ത ഒരാൾക്ക് മറ്റുള്ളവർ ചെയ്യുന്നതിലൊക്കെ കുറ്റങ്ങൾ കണ്ടുപിടിക്കും. എന്നിട്ട് തർക്കിച്ച് സമാധാനമുള്ളതും പോക്കും. അങ്ങനെ അവരുടെ കുടുംബാന്തരീക്ഷം അസ്വസ്ഥമായി തീരും. അതെ, ഭക്തിയില്ലാത്ത ഒരാളുടെ ജീവിതം കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ വണ്ടി ഓടിച്ചു പോകുന്നത് പോലെയാണ്. ഹിന്ദു മതത്തിലെ ഒരു തെറ്റായ ധാരണയാണ് വാർദ്ധക്യമായിട്ട് മതി ഭക്തിയെന്ന്. ആശ്രമധർമ്മങ്ങളിൽ 4 ഘട്ടങ്ങൾ വിവരിച്ചിട്ടുണ്ട്: ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ഇതിൽ 50 വയസ്സിന് ശേഷം വാനപ്രസ്ഥവും 70 വയസ്സിന് ശേഷം സന്യാസവും ആയതിനാൽ ആത്മീയത 70 വയസ്സിന് ശേഷം മതി എന്ന് വിചാരിക്കുന്നവരുണ്ട്. ചിലർ ചോദിക്കും, ഈ തിരക്കിൽ എവിടെയാ സമയം ഇങ്ങനെയൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കാനെന്ന്. എന്നിട്ട് അടുത്തെവിടെയെങ്കിലും കാഷായ വസ്ത്രം ചുറ്റി സന്യാസി ചമഞ്ഞിരിക്കുന്ന അനുഗ്രഹം വാങ്ങാനായിട്ട് നിൽക്കും. ഇങ്ങനെയൊക്കെയുള്ളവരുടെ വിചാരം ആ സ്വാമി തൻ്റെയും തൻ്റെ കുടുംബത്തിലുള്ളവരുടെയും തലവര മാറ്റിത്തരുമെന്നാണ്. എന്നാൽ സംഭവിക്കുന്നതോ മറ്റൊന്നും. അതിൻ്റെ 4/1 സമയം മതി മനസ്സ് ശുദ്ധമാക്കി ഇനി വീട്ടിലിരുന്നോ നല്ല കർമ്മം ചെയ്തുകൊണ്ട് നാമം ജപിക്കാൻ. ഇനി ചിലർ വയസ്സാവുമ്പോൾ ഒറ്റപ്പെട്ടു പോകും, മക്കളൊക്കെ ദൂരസ്ഥലങ്ങളിലായിട്ട്. അപ്പോൾ ഒറ്റപ്പെട്ടു പോയി എന്നോർത്ത് സങ്കടപ്പെടുകയല്ല വേണ്ടത്. ഭഗവാനിലേക്ക് അടുക്കാനുള്ള അവസരം ഭഗവാൻ സൃഷ്ടിച്ചു തന്നതായി കരുതിയാൽ മതി. നിങ്ങളെ ഭഗവാൻ അത്രയ്ക്കും സ്നേഹിക്കുന്നു. അത് മനസ്സിലാക്കാതെ വീണ്ടും ഭൗതിക സുഖങ്ങളും ലൗകിക സുഖങ്ങളും ആസ്വദിക്കാൻ
കൂട്ടുകാരെയും നാട്ടുകാരെയും സംഘടിപ്പിക്കുകയല്ല വേണ്ടത്. എന്തുകൊണ്ട് ഭഗവാൻ എന്നെ ഒറ്റയ്ക്കാക്കിയെന്ന് ചിന്തിക്കുക. ഭഗവാനിലേക്ക് അടുക്കാനുള്ള അവസരമുണ്ടാക്കി തന്നതാണെന്നോർത്ത് സമാധാനിക്കുക. വാർദ്ധക്യം വരുമ്പോൾ അസുഖങ്ങളും ഓർമ്മക്കുറവുകളും ഒക്കെയാണ് വരുന്നത്. ഓർമ്മക്കുറവൊക്കെ ആവുന്നതോടെ നാമം ജപിക്കാനോ ഭഗവാനെ ഓർക്കാനോ കഴിയാതെയാവും. അതുകൊണ്ട് ഇന്നാണെങ്കിൽ ഇന്ന്, ഇപ്പോഴാണെങ്കിൽ ഇപ്പോൾ നാമം ജപിച്ചു തുടങ്ങുക. അതിൻ്റെ സുഖാനുഭവം അനുഭവിച്ചറിയുക. ഓരോ വാക്കുകളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.